ഹലോ മക്കൾസ്, നമ്മൾ പേജ് നമ്പർ 18-ത്തെ ഈ സ്റ്റാർ വരയ്ക്കുന്ന, അതായത് ഈ സർക്കിൾ ഇല്ലാത്ത ആ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഷേപ്പാണ് ഈ ഷേപ്പ്. ഇതിന് നമ്മൾ സർക്കിൾ ഉണ്ട് എന്ന് മാത്രമേ, അതിൻ്റെ പുറത്ത് സർക്കിൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സർക്കിൾ നമ്മൾ എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മൾ സർക്കിൾ എറൈസ് ചെയ്യാതെ തന്നെ ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സ്റ്റാർ വരയ്ക്കുക. നമ്മൾ സ്റ്റാർ വരയ്ക്കുക ഇങ്ങനെ, ഇവിടുന്ന് താഴെ മുകളിലേക്ക് വരക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കും, പിന്നെ ഇങ്ങോട്ട് വരക്കും, വീണ്ടും ഇവിടെ വന്ന് ജോയിക്കും. നോർമലി സ്റ്റാർ വരയ്ക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. ഓക്കെ, ആ വരച്ചതിന് ശേഷം ഇവിടുത്തെ പ്രത്യേകത നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ലൈനുകളൊക്കെ എറേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് എറേസ് ചെയ്ത് കളയലാണ് അടുത്ത പരിപാടി. പിന്നെ നമുക്ക് എന്തുണ്ട്, മറ്റേ ഫിഗറിൽ നമുക്ക് പെൻറ്റഗൺ ഉണ്ട്, കണ്ടോ? ആ ഒരു ഔട്ട്ലൈനായിട്ട് പെൻറ്റഗൺ ഉണ്ട്. ഈ പെൻറ്റഗണിൻ്റെ ഈ ഔട്ട്ലൈനുകൾ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഈ രണ്ടാമത്തെ ഫിഗറായി. ഓക്കെ.